നമസ്കാരം. പി ജയരാജൻ അവസാനം CPM-ൽ നിന്നും ക്ലീൻ ഔട്ട് ആവുന്നു. നേതൃത്വം ഒന്നാകെ പിക്കെതിരെ തിരിഞ്ഞതോടെ അടുത്ത ദിവസം നടക്കുന്ന മീറ്റിംഗിൽ പിയുടെ ഇടത് കൺവീനർ പദവി തെറിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പി ജയരാജനെ പുറത്താക്കി AK ബാലനെ മുന്നണി കൺവീനർ ആക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിങ്കളാഴ്ചയാണ് CPM സെക്രട്ടേറിയറ്റ് യോഗം. അതിൽ സ്വന്തം കസേര തെറിക്കുമെന്ന് മനസ്സിലാക്കിയ പി ജയരാജൻ പുറത്താക്കും മുൻപേ സ്വയം ഇടത് കൺവീനർ സ്ഥാനം രാജിവെക്കാനും സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ വീണ്ടും പാർട്ടിയിൽ നിന്നും വലിയൊരു അവധി എടുത്തേക്കും. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വന്ന് കണ്ടതായി പി ജയരാജൻ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ സമ്മതിച്ചത് മുന്നണിക്ക് ക്ഷീണവുമായി. ഇതിൽ പി കളിച്ചോ എന്ന് കരുതുന്ന CPM നേതാക്കളുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തള്ളിപ്പറഞ്ഞതോടെയാണ് പി മുന്നണി കൺവീനറായി ഇനി എത്ര നാൾ എന്ന ചോദ്യം ഉയർന്നത്. CPM സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി വിജയൻ അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത്. ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി. ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും. എന്തായാലും ജയരാജനെതിരെ മുഖ്യമന്ത്രിയുടെ പരസ്യമായ തള്ളിപ്പറയലിനും അപ്പുറം നടപടി വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. CPM BJP ഒത്തുകളിക്ക് ഇതിലും വലിയ തെളിവില്ല എന്ന നിലയിലാണ് UDF-ന്റെ പ്രചരണം. ദല്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തത്തിൽ LDF കൺവീനർ പി ജയരാജനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് ദിനത്തിലെ പ്രതികരണം. ഇത്തരം കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്താൻ മുൻപും പി ജയരാജന് കഴിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. പ്രകാശ് ജാവ്ദേക്കർ ദല്ലാൽ നന്ദകുമാറിനൊപ്പം മകന്റെ ഫ്ളാറ്റിൽ വന്ന് തന്നെ കണ്ടുവെന്ന് പി വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതിന് തൊട്ട് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനമെത്തിയത്. BJP CPM രഹസ്യബന്ധമെന്ന UDF-ന്റെ ആരോപണം നിലനിൽക്കെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നതായി പി ജയരാജൻ തന്നെ തുറന്നു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നും പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതാണ് എന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തിറങ്ങി. ഇതോടെ വിവാദം കത്തിപ്പടർന്നു. രാഷ്ട്രീയ ചർച്ച സ്ഥിരീകരിച്ചുകൊണ്ട് BJP നേതാവ് ശോഭാ സുരേന്ദ്രനും വിവാദത്തിന് എരിവ് പകർന്നു. ദല്ലാൽ നന്ദകുമാറിന്റെ പക്കലുള്ള രേഖകളെ ഭയന്നുകൊണ്ടാണ് പി ജയരാജൻ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്നും അവർ വെല്ലുവിളിച്ചു. കൂടിക്കാഴ്ച അത്ര നിസ്സാരമായി കാണാനാവില്ല എന്നാണ് ഇടതുപക്ഷത്ത് തന്നെയുള്ള അഭിപ്രായം. ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്ന് പി വാദിക്കുന്നുണ്ട് എങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തന്നെ തിരഞ്ഞെടുത്തതിലാണ് അസ്വാഭാവികത. ഇതിലുമുണ്ട് നേതാക്കൾക്ക് നല്ല രീതിയിൽ നീരസം. വിവാദം വോട്ടിനെ ബാധിക്കാതിരിക്കാൻ അത് ഏറ്റുപിടിക്കരുത് എന്ന് CPM നേതൃത്വം താഴെത്തട്ടിൽ നിർദ്ദേശം നൽകി. കാര്യമായി ആരും തന്നെ പിയെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണമെന്ന പതിവ് വിമർശനത്തിനപ്പുറം പോയില്ല. കൂടിക്കാഴ്ച ഒഴിവേക്കേണ്ടതായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞു.